ഫ്ലിൻറ്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ദരിദ്രർ ആര്, അതിദരിദ്രർ ആര്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കുറേ നാളായി ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അതിന് ഉത്തരം തേടും മുമ്പ് ലോകം ദാരിദ്ര്യത്തെ എങ്ങനെയാണ് കാണുന്നത് എന്ന് നോക്കാം. ഐക്യരാഷ്ട്ര സംഘടനയാണ് ഇതിനൊരു മാനദണ്ഡം ഉണ്ടാക്കിയിട്ടുള്ളത്. അതുതന്നെയും ലോകത്താകമാനം ബാധകമാക്കാൻ പറ്റുന്ന ഒന്നല്ല. സൊമാലിയയിലെയും ഉഗാണ്ടയിലെയും മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലെയും പട്ടിണിക്കും ദാരിദ്ര്യത്തിനും ലോകത്ത് എവിടെയെങ്കിലും സമാനതകളുണ്ടോ? കേരളത്തിൽ പട്ടിണി നടക്കുന്നവരെ സൊമാലിയയിൽ കൊണ്ടിറക്കിയാൽ സ്വർഗത്തിൽ നിന്ന് വന്നിറങ്ങിയവർ എന്ന നിലയിൽ അവരെ ആട്ടിപ്പായിക്കും. അതാണ് പട്ടിണിയുടെ അന്തരം. പട്ടിണിയുണ്ട്, മുഴുപ്പട്ടിണിയുണ്ട്. നമ്മുടെ നാട്ടിലും രണ്ടുമുണ്ടെങ്കിലും മുഴുപ്പട്ടിണിക്കാരെ, അതായത് അതിദരിദ്രരെ കണ്ടുപിടിക്കാൻ കുറേ പാടുപെട്ട് കാണും. എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്ന് മുഴുപ്പട്ടിണിക്കാരെ പട്ടിണിക്കാരെങ്കിലും ആക്കാൻ പറ്റിയത് തന്നെ വലിയ കാര്യം. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ ചില ചോദ്യങ്ങളുണ്ട്. അതിദരിദ്രർക്ക് സ്ഥാനക്കയറ്റം കിട്ടിയത് എങ്ങോട്ടാണ്? ദരിദ്രരിലേക്കോ, പട്ടിണിക്കാരിലേക്കോ, സ്ഥാനക്കാരിൽ താഴെയുള്ളവരിലേക്കോ? ഇതൊക്കെ കണ്ടെത്താൻ സർവേ നടത്തിക്കോട്ടെ. നമുക്ക് ഇവിടെ അതിദാരിദ്ര്യരെ കണ്ടെത്തിയത് എങ്ങനെയെന്ന് നോക്കാം. ഏറ്റവും തീവ്രമായി ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് അതിദരിദ്രർ. ഭക്ഷണം, സുരക്ഷിത വാസസ്ഥലം, അടിസ്ഥാന വരുമാനം, ആരോഗ്യസ്ഥിതി എന്നീ 4 ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇത് നിർണയിച്ചിട്ടുള്ളത്. ദരിദ്രർക്ക് പരിമിതമായ തൊഴിൽശേഷിയും വരുമാനവും വെച്ച് ഉന്തിത്തള്ളിയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിദരിദ്രർക്ക് അത് പറ്റില്ല. ഗവൺമെൻറ്റിൻ്റെയും സമൂഹത്തിൻ്റെയും കാര്യമായ പിന്തുണയില്ലാതെ ഒരു ഇഞ്ച് നീങ്ങാൻ പറ്റില്ല. സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ പോലും കഴിവില്ലാത്തവർക്ക് തൊഴിലുറപ്പ്, റേഷൻ സംവിധാനം, പാർപ്പിട പദ്ധതികൾ എന്നിവയുടെ അടുത്തുപോലും എത്താൻ കഴിയില്ല. 2ാം പിണറായി സർക്കാരിൻ്റെ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു കേരളത്തെ അതിദാരിദ്ര്യ മുക്തമാക്കുക എന്നത്. അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്താനായി 2021 ജൂലൈയിൽ സർവേ നടപടികൾ ആരംഭിച്ചിരുന്നു. മുൻ മാതൃകകളില്ലാത്തതിനാൽ തൃശ്ശൂരിലെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി, തിരുവനന്തപുരത്തെ അഞ്ചുതെങ്ങ് പഞ്ചായത്ത്, വയനാട്ടിലെ തിരുനെല്ലി പഞ്ചായത്ത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത്. പൈലറ്റ് പദ്ധതിയിലൂടെ ലഭിച്ച അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്തിയാണ് സംസ്ഥാനത്തുടനീളം ഇത് നടപ്പിലാക്കിയത്. അതിദരിദ്രരെ കണ്ടെത്താനായി പ്രത്യേക മൊബൈൽ ആപ്പ് തയ്യാറാക്കിയിരുന്നു. വാർഡ് തല സമിതികളും ഫോക്കസ് ഗ്രൂപ്പുകളും രൂപീകരിച്ചിരുന്നു. സന്നദ്ധ പ്രവർത്തകരെ കണ്ടെത്തി അവർക്ക് പ്രത്യേക പരിശീലനം നൽകി. പ്രാദേശിക ജനപ്രതിനിധികൾക്കും ആവശ്യമായ പരിശീലനം നൽകിയിരുന്നു. ഇത്തരത്തിൽ പരിശീലനം ലഭിച്ചവർ 4 ലക്ഷത്തിലേറെയാണ്. ഇവർ കണ്ടെത്തിയ കുടുംബങ്ങളെ ബ്ലോക്ക് തലത്തിലുള്ള ഉദ്യോഗസ്ഥർ പുനഃപരിശോധന നടത്തി അവർ അതിദരിദ്രരാണെന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു. 64,006 കുടുംബങ്ങളിലായി 1,03,099 പേരാണ് സംസ്ഥാനത്ത് അതിദരിദ്രരായി ഉള്ളത് എന്നാണ് കണ്ടെത്തൽ. മൊത്തം അതിദാരിദ്ര്യത്തിൻ്റെ 13.4% മലപ്പുറത്തും 11.4% തിരുവനന്തപുരത്തും ആണ്. കോട്ടയം ജില്ലയാണ് ഏറ്റവും കുറവ് അതിദരിദ്രരുള്ള ജില്ല. തീരെ അതിദരിദ്രർ ഇല്ല എന്ന് തന്നെ കണക്കാക്കിയിട്ടുള്ള ഒരു ജില്ലയാണ് കോട്ടയം. ആലപ്പുഴ ജില്ലയിലെ കുമാരപുരം, കാസർഗോഡ് ജില്ലയിലെ കള്ളാർ എന്നീ പഞ്ചായത്തുകളിൽ അതിദരിദ്രരായി ആരെയും കണ്ടെത്തിയിട്ടില്ല. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരും കടത്തിണ്ണകളിൽ ഉറങ്ങിയിരുന്നവരും ഉൾപ്പെടുന്നതാണ് ഈ അതിദരിദ്രരുടെ പട്ടിക. ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടപ്പാക്കിയത് എങ്ങനെ? അതൊരു പ്രധാന ചോദ്യമാണ്. ഉടൻ നൽകാവുന്ന സേവനങ്ങളൊന്നും 2 വർഷം വരെ വേണ്ടിവരുന്ന പദ്ധതികളൊന്നും വേർതിരിച്ചിരുന്നു. എല്ലാവർക്കും ആവശ്യമായ രേഖകൾ നൽകിയിരുന്നു. രേഖകളില്ലാത്ത കാരണത്താലായിരുന്നു ഇവരിൽ പലരും മുൻപ് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളിൽ ഉൾപ്പെടാതിരുന്നത്. റേഷൻ കാർഡും വോട്ടർ പട്ടികയും ആധാറും തൊഴിൽ കാർഡുകളും കുടുംബശ്രീ അംഗത്വവുമൊക്കെ ഉൾപ്പെടെ 21,263 രേഖകൾ കൈമാറിയിരുന്നു. ഓരോ കുടുംബത്തിനും ആവശ്യമായ ഭക്ഷണവും ചികിത്സയും നൽകാനുള്ള നടപടികളും ആരംഭിച്ചു. ഭക്ഷ്യക്കിറ്റും കുടുംബശ്രീ ഹോട്ടലുകൾ വഴി പാചകം ചെയ്ത് നൽകുന്ന ഭക്ഷണവും എല്ലാം അവർക്ക് നൽകി. ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് ചികിത്സയും നൽകിയിരുന്നു. വരുമാനമില്ലാത്തവർക്ക് പ്രത്യേക വരുമാനദായക പദ്ധതികളും നടപ്പിലാക്കി എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അടുത്ത ഘട്ടം പാർപ്പിടമായിരുന്നു.
473 കോടി രൂപ ഇതിനായി ചെലവഴിച്ചതായി സർക്കാർ കണക്കുകൾ തന്നെ പറയുന്നു. ഭൂമിയില്ലാത്തവർക്ക് ഭൂമി ലഭ്യമാക്കി. ലൈഫ് പദ്ധതി മുഖേന വീട് അനുവദിച്ചു. 11,341 അതിദരിദ്ര കുടുംബങ്ങളെ ലൈഫ് ഗുണഭോക്താക്കളുടെ പട്ടികയിൽ പുതുതായി ഉൾപ്പെടുത്തി എന്നാണ് സർക്കാർ പറയുന്നത്. 5,400-ലധികം പുതിയ വീടുകൾ പൂർത്തിയാക്കുകയോ നിർമ്മിക്കുകയോ ചെയ്തു. 5,522 വീട് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി. 428 ഏകാംഗ കുടുംബങ്ങളെ സുരക്ഷിതമായി ഷെൽട്ടർ ഹോമുകളിൽ മാറ്റി പാർപ്പിച്ചു. 4,394 കുടുംബങ്ങൾക്ക് സ്വന്തമായി വരുമാനം കണ്ടെത്താനുള്ള സഹായം നൽകി. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ തന്നെ അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ലയായി കോട്ടയം മാറി എന്നുള്ളതാണ്. നമുക്കറിയാം, സാക്ഷരതാ പ്രസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായി സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടതും കോട്ടയമാണ്. അവിടെ തന്നെ അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ലയായി രാജ്യത്ത് തന്നെ അത് മാറി. നിലവിൽ ആരോഗ്യ പ്രവർത്തകരും ആശമാരും തദ്ദേശ ഉദ്യോഗസ്ഥരും വോളണ്ടിയർമാരും അതിദരിദ്രരുടെ വീടുകൾ 2 ആഴ്ചയിലൊരിക്കൽ സന്ദർശിക്കുമെന്നുള്ളതാണ് പുതിയ വ്യവസ്ഥ. ആരോഗ്യാവസ്ഥ നിരീക്ഷിക്കുകയും വേണ്ട സഹായങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യും. 1000 കോടി രൂപയിലധികം തുകയാണ് ഈ പദ്ധതിക്കായി ചെലവഴിച്ചതെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. ഇത് സംബന്ധിച്ച് നിറയെ വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, എല്ലാത്തിനും നമ്മുടെ നാട്ടിൽ വിമർശനങ്ങൾ ഉയരുക പതിവാണ്. അതങ്ങനെ തന്നെ വേണം താനും. അതിദാരിദ്ര്യമുക്ത കേരളം സർക്കാർ പ്രഖ്യാപിക്കാനിരിക്കെ ഒരു കൂട്ടം സാമ്പത്തിക വിദഗ്ധരും സാമൂഹ്യ പ്രവർത്തകരും ഇതിനെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയിരുന്നു. ഏറ്റവും ദരിദ്രരായ 5.29 ലക്ഷം മഞ്ഞക്കാട് ഉടമകൾക്ക് സർക്കാർ സൗജന്യമായി അരിയും ഗോതമ്പും ഒക്കെ നൽകുന്നുണ്ട്. കേന്ദ്രം സൗജന്യ വിലയ്ക്കാണ് ഇത് നൽകുന്നത്. പിന്നെ എങ്ങനെയാണ് അതിദരിദ്രരുടെ എണ്ണം 64,006 ആയി കുറഞ്ഞതെന്നും മറ്റുള്ളവരുടെ ദാരിദ്ര്യം എങ്ങനെയാണ് ഇല്ലാതാക്കിയത് എന്നുമാണ് മേൽപ്പറഞ്ഞ ആളുകളുടെ ചോദ്യം. സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഡോക്ടർ എം.എ. ഉമ്മൻ, CDS മുൻ ഡയറക്ടർ ഡോക്ടർ KP കണ്ണൻ, RVG മേനോൻ എന്നിവരുൾപ്പെടെയുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരാണ് സർക്കാരിനോട് ഈ ചോദ്യങ്ങൾ ചോദിച്ച് കത്തയച്ചത്. ഇവരെല്ലാം ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നവരാണ് എന്നുള്ള വസ്തുതയും നാം പരിശോധിക്കേണ്ടതാണ്. അതിദാരിദ്ര്യർ ആരാണെന്നും ദരിദ്രരാരാണെന്നുമെല്ലാം സർക്കാർ കൃത്യമായി നിർവചിച്ചിട്ടുണ്ടെന്നും ഇതിൻ്റെ പ്രക്രിയയും മാനദണ്ഡങ്ങളും പൊതുമണ്ഡലത്തിൽ ലഭ്യമാണെന്നും ആണ് അതിന് മന്ത്രി MB രാജേഷ് നൽകിയ മറുപടി.